to our class. We are going to continue our story, The Garden Party. Please listen. Only a very small bench, said Laura gently. Perhaps he wouldn't mind so much if the band was quite small. But the tall fellow interrupted. Look here, miss, that's a place. Against those trees over there, that will do fine. Against the caracas, then the caraca trees would be hidden. And they were so lovely with their broad gleaming leaves and their clusters of yellow fruit. They were like trees you imagine growing on a desert island, proud, solitary, lifting their leaves and fruits to the sun in a kind of silent splendor. Must they be hidden by a maquis? They must. Already the men had shouldered their staves and were making for the place. Only the tall fellow was left. He bent down, pinched a sprig of lavender, put his thumb and forefinger to his nose, and snuffed up the smell. When Laura saw that gesture, she forgot all about the caracas in her wonder at him caring for things like that, caring for the smell of lavender. How many men that she knew would have done such a thing? Oh, how extraordinary nice workmen were, she thought. Why couldn't she have workmen for friends rather than the silly boys she danced with and who came to Sunday night supper? She would get on much better with men like these. It's all the fault, she decided, as the tall fellow drew something on the back of an envelope, something that was to be looked up or left to hang, of these absurd class distinctions. Well, for her part, she didn't feel them, not a bit, not an atom. And now the choke of wooden hammers. അപ്പം നമ്മുടെ സ്റ്റോറിയിൽ ഒരു ഗാർഡൻ പാർട്ടി നടക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടൊരു മാക്കി അല്ലെങ്കിൽ ഒരു ടെൻറ്റ് സ്ഥാപിക്കണം പാർട്ടി നടത്താൻ വേണ്ടിയിട്ട്. അതിന് നമ്മുടെ മെയിൻ ക്യാരക്ടറായ ലോറയാണ്, ലോറയുടെ അമ്മ ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പാർട്ടിയുടെ കൈകാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ലോറയാണ്, ലോറയുടെ അമ്മ. അപ്പോൾ ഇവിടെ പണിക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക്മാന് ഈ മാക്കി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എവിടെയാണെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പം പല നിർദ്ദേശങ്ങളും അതിനിടയിൽ വരുന്നുണ്ട്, ഗ്ലോറയുടെ നിർദ്ദേശങ്ങളും വരുന്നുണ്ട്, അവരും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് ഒരു ബാൻഡ് വരുന്നുണ്ട് അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ ബാൻഡ് ഇവിടെയാണെങ്കിൽ അപ്പോൾ മാക്കി ഇവിടെ സ്ഥാപിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് എന്താണ്, മാക്കി എവിടെയാണ് പുട്ട് ചെയ്യാമെന്ന് ലാസ്റ്റ് അവർ തീരുമാനിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ്. അപ്പം നമ്മുടെ വർക്ക്മാൻ ലോറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ബാൻഡ് ഉണ്ട് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലോറ പറയുന്നുണ്ട്, വളരെ ജെൻലി പറയുകയാണ്, അതെ സ്മോൾ ബാൻഡാണെന്ന് പറയുകയാണ്. അപ്പോൾ വർക്ക്മാനിന് അതൊന്നും ഒരു വിഷയമല്ല, അത് സ്മോളാണോ വലുതാണോ എന്നുള്ളതൊന്നും അല്ല ഇവിടെ വിഷയം. ഈ ഒരു മാക്കി നല്ലൊരു സ്ഥലത്ത് സ്ഥാപിക്കണം. അപ്പം അതിലുള്ള ടോൾ ആയിട്ടുള്ള ഫെല്ലോ പറയാണ്, വർക്ക്മാനിലുള്ള ടോൾ ഫെല്ലോ പറയാണ്, ലുക്ക് ഹിയർ മിസ് ദാറ്റ്സ് എ പ്ലേസ് എഗെയിൻസ്റ്റ് ദോസ് ട്രീസ് ഓവർ ദ ദാറ്റ് വിൽ ഡു ഫൈൻ. അപ്പോൾ ഒരു കാരക്ക ട്രീസിനെ കാണിച്ചുകൊണ്ട് പറയാണ്, എഗെയിൻസ്റ്റ് ദോസ് ട്രീസ്, ആ ട്രീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഈ മാക്കി സ്ഥാപിക്കാമെന്ന് പറയാണ്, അതായിരിക്കും ഭംഗി എന്ന് പറയാണ്. അപ്പോൾ കാരക്കാസിന് എഗെയിൻസ്റ്റ് ആയിട്ടോ. അപ്പോൾ കാരക്കാസ് ട്രീസ് എന്താണ്, കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് ഹിഡൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ കാരക്ക ട്രീസ് എന്താണ്, നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാൻ, അതിൻ്റെ ഒരു ഗ്ലീമിങ് ലീവ്സും അതുപോലെ അതിൻ്റെ യെല്ലോ ഫ്രൂട്ടും എല്ലാം കൂടി എന്താണ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രീസ് അത് ഈ ഒരു ഡെസേർട്ട് ഐലൻഡിലൊക്കെ വളരെ പ്രൗഡായിട്ട് സോളിറ്ററി ആയിട്ട് അതിൻ്റെ ലീവ്സും ഫ്രൂട്ട്സൊക്കെ സണ്ണിനെ നേരെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വളരെ സൈലൻ്റായിട്ട്, വളരെ സ്പ്ലെൻഡറായിട്ട്, വളരെ ഗാംഭീര്യത്തോടെയുള്ള ഒരു ട്രീ ആണ് ഈ ഒരു കാരക്ക ട്രീസ് എന്ന് പറയുന്നത്. അത് ഈ ഒരു മാക്കി കൊണ്ട് ഹിഡൻ ചെയ്യേ, അത് നിർബന്ധമാണോ, മാക്കി അവിടെ തന്നെ സ്ഥാപിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ടോ എന്നൊക്കെ എന്താണ് ഇവിടെ ലോറ എന്താണ് സ്വയം ചോദിക്കുന്നുണ്ട്. ദേ മസ്റ്റ്, അപ്പോൾ അവിടെ തന്നെ സ്ഥാപിക്കണം, അതാണ് ഫൈൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ കൺക്ലൂഷൻ വരുന്നത്. അങ്ങനെ ഈ ആളുകൾ വർക്ക്മാൻ എന്താണ് അവരുടെ പണി അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ക്ലിയർ ആക്കി ആ ഒരു മാക്കി അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്.
അങ്ങനെ ഇവർ ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഇതിലുള്ള നമ്മുടെ ടോൾ ഫെല്ലോ അദ്ദേഹം എന്താണ് ഒരു ലാവൻഡർ, ഈ ഒരു ലാവൻഡർ എന്ന് പറഞ്ഞാൽ ഒരു സ്മെല്ലിങ് പ്ലാന്റ് ആണ്, നല്ല സ്മെല്ലുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ആ ഒരു ലാവൻഡറിൽ നിന്നും എന്താണ് ഒരു ചുള്ളി, ഒരു ചെറിയൊരു കമ്പ് അത് ഒടിച്ചിട്ട് എന്താണ് അത് തൻ്റെ തമ്പിലും ഫോർ ഫിംഗറിലും കൂടി ഇടയിൽ വെച്ചിട്ട് അത് മൂക്കിലിനോട് അടുപ്പിച്ച് എന്താ നല്ല സ്മെല്ലുള്ള സാധനമാണല്ലോ, അപ്പോൾ അത് മണത്ത് നോക്കുകയാണ്. അപ്പോൾ ലോറ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോറ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് പിന്നെ കാരക്ക ട്രീസിനെ കുറിച്ച് മറക്കുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ മറന്ന് ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ മനുഷ്യന് ഈ ഒരു ലാവൻഡർ സ്മെല്ലിനൊക്കെ എത്ര നന്നായിട്ടാണ് അല്ലെങ്കിൽ കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലാവൻഡറിൻ്റെ സ്മെല്ലൊക്കെ ആസ്വദിക്കാനുള്ള ഒരു ഇത് അദ്ദേഹം കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ എന്താണ് നമ്മുടെ ലോറ ചിന്തിക്കുകയാണ്. ഹൗ മെനി മെൻ ദറ്റ് ഷീ ന്യൂ വുഡ് ഹാവ് ഡൺ സച്ച് എ തിങ്. അപ്പോൾ ഇവൾക്ക് അറിയുന്നത്, അവൾക്ക് കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതുവരെയുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ് അവൾ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു ലാവൻഡറിൻ്റെ ആ ഒരു സ്വീറ്റ് സ്മെല്ലൊന്നും ആസ്വദിക്കുന്നതായിട്ടൊന്നും എന്താണ് അവൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വർക്ക്മാനിൽ നിന്നാണ് ഇത് അവൾ കാണുന്നത്. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ഹൗ എക്സ്ട്രാ ഓർഡിനറിലി നൈസ് വർക്ക്മാൻ വേർ ഷീ തോട്ട്. അപ്പോൾ വളരെ നൈസ് വർക്ക്മാനാണ് എന്ന് ഇവർ ചിന്തിക്കുകയാണ്. കാരണം ഇവൾക്ക് പരിചയമുള്ള എന്താണ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അവൾ ഡാൻസ് കളിക്കുന്ന അവളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന സില്ലി ബോയ്സ്, അതേപോലെ തന്നെ സൺഡേ നൈറ്റിൽ സപ്പറിൽ കഴിക്കാൻ വേണ്ടി കൂടെ ഇരിക്കുന്ന ബോയ്സ്, ഇവരൊന്നും തന്നെ ഇതൊന്നും ശ്രദ്ധിക്കുന്നതായി ഇവളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. പക്ഷേ ഈ വർക്ക്മാനെ ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഇവൾക്ക് ഫ്രണ്ട്സായി വരേണ്ടത് എന്ന് ഇവൾ സ്വയം കരുതുകയാണ്. കാരണം ഇവർ അത്രത്തോളം ബെറ്ററാണ്. ഷീ വുഡ് ഗെറ്റ് ഓൺ മച്ച് ബെറ്റർ വിത്ത് മെൻ ലൈക്ക് ദീസ്. ഇങ്ങനെയുള്ള ആളുകളാണ് ശരിക്കും ബെറ്ററായിട്ട്, അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് ബെറ്ററായിട്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവൾക്ക് തോന്നുകയാണ് ഇതുവരെയും താൻ സങ്കല്പിച്ച കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു. അവളുടെ മനസ്സിൽ അവളുടെ സൊസൈറ്റി അല്ലെങ്കിൽ അവളുടെ കുടുംബം കുറേ ക്ലാസ് ഡിസ്റ്റിങ്ഷൻസ്, അബ്സേർഡായിട്ടുള്ള ക്ലാസ് ഡിസ്റ്റിങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില നമ്മൾ ഉയർന്ന ആളുകളാണ്, അവർ വർക്കിംഗ് മാനാണ്, അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് പീപ്പിളാണ്, നമുക്ക് ഇടയിലൊരു ഡിഫറൻസ് ഉണ്ട്, അങ്ങനെയുള്ളൊക്കെ ഒരു ക്ലാസ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അബ്സെറ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തെറ്റായിരുന്നു എന്ന് ഇവൾക്ക് തോന്നുകയാണ്. ഇപ്പോൾ അവൾക്ക് അതൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു സമയത്ത് എന്താണ് നൗ ദ കെയിം ദ ചോക്ക് ഓഫ് വുഡൻ ഹാമേഴ്സ്. അങ്ങനെ ഇവൾ ഇതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് വുഡൻ ഹാമറിൻ്റെ ആ ഒരു ചോക്ക് ആ ഒരു സൗണ്ട് എന്താണ് വരികയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. Someone whistled, someone sang out, "Are you right there, Matty, Matty?" The friendliness of it, that just to prove how happy she was, just to show the tall fellow how at home she felt and how she despised stupid conventions. Laura took a big bite of her bread and butter as she stared at the little drawing. She felt just like a work girl. "Laura, Laura, where are you? Telephone, Laura," a voice cried from the house. Coming away, she skimmed over the lawn, up the path, up the steps, across the veranda, and into the porch. In the hall, her father and Laurie were brushing their hats, ready to go to the office. "I say, Laura," said Laurie very fast, "you might just excuse that my coat before this afternoon. See if it wants pressing." "I will," said she. Suddenly, she couldn't stop herself. She ran at Laurie and gave him a small, quick squeeze. "Oh, I do love parties, don't you?" gasped Laura. അപ്പോൾ ഈ വർക്ക്മാന് വളരെ സന്തോഷത്തോടു കൂടി വളരെ ഫ്രണ്ട്ലി ആയിട്ട് എന്താണ് പരസ്പരം വളരെ ഫ്രണ്ട്ലിനെസ്സൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് വിസിൽ ചെയ്ത് സ്ലാങ് ചെയ്ത് അവർ വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ വർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം എന്താണ് നമ്മുടെ ലോറ അവളുടെ ബ്രെഡും ബട്ടറും ഒക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അവൾ ആഗ്രഹിക്കുകയാണ് ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ലിനെസ്സും ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡും ക്യാരക്ടറൊക്കെ കണ്ടിട്ട് നമ്മുടെ ലോറ ആഗ്രഹിക്കുകയാണ് താനും ഒരു വർക്ക് ഗേൾ ആയിരുന്നുവെങ്കിലെന്ന് അവൾ ആഗ്രഹിക്കുകയാണ്. ആ സമയം എന്താണ് വീട്ടിനുള്ളിൽ നിന്ന് ആരെയോ ലോറയെ വിളിക്കുന്നുണ്ട്. ലോറ നീ എവിടെയാണ്, ടെലിഫോൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരോ വിളിക്കുന്നുണ്ട്, സൗണ്ടിൽ വിളിക്കുന്നതായി ഇവൾ കേൾക്കുകയാണ്. അപ്പോൾ കമ്മിങ് എന്ന് പറഞ്ഞ് ഇവൾ സ്പീഡിൽ നമ്മുടെ ലോണിലൂടെ എന്താണ് വളരെ സ്കിംഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തെന്നിപ്പോയി ഭയങ്കര സ്പീഡിലായിട്ട് പോവുകയാണ്. അങ്ങനെ വരാന്തയിലൂടെ പോച്ചിലൂടെ വീട്ടിനകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഹാളിൽ എന്താണ് നമ്മുടെ ലോറയുടെ അച്ഛനും അതുപോലെ തന്നെ ബ്രദറിൻ്റെ പേരാണ് ലോറി. ഇവരെന്താണ് അവരുടെ ഹാറ്റ്സ് എന്താണ് ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ ഹാറ്റ്സ് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഹാളിൽ ഫാദറും ബ്രദറായ ലോറിയും.
അപ്പം ലോറയെ കണ്ട ഉടനെ തന്നെ ലോറി പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, നീ എൻ്റെ ഈ ഒരു കോട്ട് എന്ത് ചെയ്യണം, ഒന്ന് അയൺ ചെയ്ത് വെക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ലോറ പറയാണ് സെർട്ടൻലി, അല്ലെങ്കിൽ ഐ വിൽ, ഞാൻ അത് ചെയ്യാമെന്ന് പറയാണ്. എന്നിട്ട് ബ്രദറിനെ, ലോറിയെ ചെന്നിട്ട് എന്താണ് എംബ്രേസ് ചെയ്യാണ്, വളരെ ക്ലോസ് ആയിട്ട് എംബ്രേസ് ചെയ്യാണ്. എന്നിട്ട് പറയാണ്, ഐ ഡു ലവ് പാർട്ടീസ്, ഡോണ്ട് യു ഗ്യാസ്പിൽ ലവ് ലോറ. എന്നിട്ട് ലോറിയെ എടുത്ത് പറയാണ്, ഞാൻ പാർട്ടീസ് ഇഷ്ടപ്പെടുന്നു, നീ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ലോറ കിതക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലോറ സ്പീഡിൽ വന്ന ആ ഒരു കിതപ്പ് അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. Rather, said Laurie's warm boyish voice, and he excused his sister too and gave her a gentle push. Dash off to the telephone, old girl. The telephone, yes, yes, oh yes, Kitty, good morning dear. Come to lunch, do dear. Delighted of course, it will only be a very scratch meal, just the sandwich crust and broken marine shells and what's left over. Yes, isn't it a perfect morning? You are right, oh I certainly should. One moment hold the line, mother is calling, and Laura sat back. What mother? Can't hear. Mrs. Sheridan's voice floated down the stairs. Tell her to wear that sweet hat she had on last Sunday. അങ്ങനെ ഇവളെ ബ്രദറും അതുപോലെ തന്നെ ലോറി അതുപോലെ തന്നെ ഇവൾ ചെയ്തതുപോലെ തന്നെ എന്താണ് സ്ക്യൂസ് ചെയ്യുന്നുണ്ട്, സിസ്റ്ററേയും സ്ക്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പതുക്കെ പുഷ് ചെയ്തുകൊണ്ട് പറയാണ്, പെട്ടെന്ന് പോയി ടെലിഫോൺ എടുക്കുമെന്ന് പറയാണ്. കാരണം ഇവൾക്ക് ടെലിഫോൺ വന്നിട്ടാണല്ലോ ഇവൾ വീട്ടിനുള്ളിലേക്ക് കയറിയിട്ടുള്ളത്. അങ്ങനെ ടെലിഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഓ യെസ് കിറ്റി എന്ന് പറഞ്ഞ് ഇവളുടെ ഫ്രണ്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ കിറ്റി അടുത്ത് പറയുകയാണ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്, ലഞ്ചിന് വരാൻ പറയുന്നുണ്ട്. പിന്നെ പറയുകയാണ് ഈ അന്നത്തെ പാർട്ടിയെക്കുറിച്ചൊക്കെ പറയുകയാണ്, ഫുഡിനെക്കുറിച്ചും മറ്റും പറയുകയാണ്. പിന്നെ പെർഫെക്റ്റ് മോർണിംഗ് ആയിരുന്നില്ലേ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പാർട്ടിയെയും ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് എന്താണ് ടെലിഫോൺ കോൺവെർസേഷൻ നടത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർ സംസാരിക്കുന്നതിനിടയിൽ അമ്മ എന്തോ പറഞ്ഞ് ലോറയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കിറ്റി അടുത്ത് പറയാണ്, ജസ്റ്റ് വൺ മൊമെൻറ്റ് ഹോൾഡ് ദ ലൈൻ എന്ന് പറയാണ്, ഒരു മൊമെൻറ്റ് ലൈൻ ഒന്ന് ഹോൾഡ് ചെയ്യൂ, അമ്മ എന്തോ പറയുന്നുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് വീണ്ടും വന്നിട്ട് പറയാണ്, ഈ അമ്മ പറയുന്നത് നമ്മുടെ ലോറയ്ക്ക് ശരിക്കും കേൾക്കുന്നില്ല. അപ്പോൾ ലോറ പിന്നെ കേൾക്കുമ്പോൾ എന്താണ് മിസ്സസ് ഷെറിഡൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടെൽ ഹർ ടു വിയർ ദാറ്റ് സ്വീറ്റ് ഹാറ്റ് ഷീ ഹാഡ് ഓൺ ലാസ്റ്റ് സൺഡേയിൽ അവളിട്ടിരുന്ന ആ ഒരു ഭംഗിയുള്ള ഹാറ്റ് ഇട്ടിട്ട് വേണം പാർട്ടിക്ക് വരാൻ എന്ന് കിറ്റിയോട് പറയൂ എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഈ അമ്മ പറഞ്ഞ കാര്യം എന്താണ്, കിറ്റിയുടെ അടുത്ത് ലോറ പറയുകയാണ്, മദർ സേസ് യു ഹാവ് ടു വിയർ ദാറ്റ് സ്വീറ്റ് ഹാറ്റ് യു ഹാഡ് ഓൺ ലാസ്റ്റ് സൺഡേ, ഗുഡ് 1 o'clock, ബൈ ബൈ. അപ്പോൾ എന്താണ് അമ്മ പറയുന്നത്, നീ ലാസ്റ്റ് സൺഡേ ഇട്ട സ്വീറ്റ് ഹാറ്റ് ഇട്ടിട്ട് വരണം പാർട്ടിക്ക് എന്നാണ് പറയുന്നത്. 1 o'clock, ബൈ ബൈ എന്ന് പറഞ്ഞ് പാർട്ടിയുടെ കാര്യം ഓർമ്മിച്ച് എന്താണ് ഫോൺ വെക്കുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. Laura put back the receiver, flung her arms over her head, took a deep breath, stretched and let them fall. She sighed, and the moment after the sigh, she sat up quickly. She was still listening. All the doors in the house seemed to be open. The house was alive with soft, quick steps and running voices. The green baize door that led to the kitchen region swung up open and shut with a muffled tread. And now there came a long, chuckling, absurd sound. It was a heavy piano being moved on its stiff castors. By the air, if you stopped to notice, was the air always like this. Little faint winds were playing chasing at the tops of the windows, out at the doors, and there were two tiny spots of sun, one on the inkpot, one on a silver photograph frame, playing too. Darling little spots, especially the one on the inkpot lid. It was quite warm, a warm little silver star. She could have kissed it. അങ്ങനെ ലോറ റിസീവർ വെച്ച് എന്താണ് അവൾ ഒരു ഡീപ് ബ്രെത്തൊക്കെ എടുത്ത് പിന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുമ്പോൾ എന്താണ് എല്ലാ ഡോർസും എന്താണ് ഓപ്പണാണ്. ഹൗസ് വളരെ അലൈവാണ്, വീട് വളരെ അലൈവാണ്. ഒരുപാട് സ്റ്റെപ്സും റണ്ണിങ് വോയിസസും കേൾക്കുന്നുണ്ട്, കാരണം പാർട്ടി നടക്കാൻ പോവുകയാണ്. അപ്പോൾ കിച്ചൺ റീജിയൻസും എല്ലാം തന്നെ വളരെ എന്താ പറയുക ബിസിയാണ്, എല്ലാവരും തന്നെ വളരെ ബിസിയാണ്. പിന്നെ അവൾ ഹെവി പിയാനോൻ്റെ ആ ഒരു ഇതും സൗണ്ടും അതുപോലെ തന്നെ എല്ലാം തന്നെ നോട്ടീസ് ചെയ്യാണ്. അങ്ങനെ എല്ലാം നോട്ടീസ് ചെയ്യുന്ന സമയത്ത് അവൾ ശ്രദ്ധിക്കുകയാണ് സണ്ണിൻ്റെ സ്പോട്സ്, ചെറിയ ടൈനി സ്പോട്സ് ഓഫ് സണ്ണ് ഇങ്ക് പോട്ടിലും അതുപോലെ തന്നെ ഒരു സിൽവർ ഫോട്ടോഗ്രാഫ് ഫ്രെയിമിലും എന്താണ് കാണുന്നുണ്ട്.
ടൈനി സ്പോട്സ് ഓഫ് സണ്ണ് കാണുന്നുണ്ട്. ഡാർലിംഗ് ലിറ്റിൽ സ്പോട്സ്. അപ്പോൾ അത് അവൾക്കത് വളരെ ഇഷ്ടം തോന്നുകയാണ്. ആ ഒരു സ്പോട്സ് ഓഫ് സൺ, ടൈനി സ്പോട്സ് ഓഫ് സണ്ണ് ഇങ്ക് പോട്ടിലും ഫോട്ടോഗ്രാഫ് ഫ്രെയിമിലും കണ്ടപ്പോൾ അത് അവൾക്ക് വളരെ ഇഷ്ടം തോന്നുകയാണ്. പ്രത്യേകിച്ചും ഇങ്ക് പോട്ട് ലിഡിലുള്ള ആ ഒരു സ്പോട്ട് കണ്ടിട്ട് അവൾക്ക് വളരെ ഇഷ്ടം തോന്നുകയാണ്. അപ്പോൾ അവൾ ആഗ്രഹിക്കുകയാണ് അതിനെ കിസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. കാരണം അതൊരു ലിറ്റിൽ സിൽവർ സ്റ്റാർ പോലെയാണ് അവൾക്ക് തോന്നുന്നത്. The front door bell pealed, and there sounded the rustle of Sadie's print skirt on the stairs. A man's voice murmured. Sadie answered, careless, "I'm sure I don't know. Wait, I will ask Mrs. Sheridan." "What is it, Sadie?" Laura came into the hall. "It's the florist, Miss Laura." ആ സമയത്ത് എന്താണ് ഫ്രണ്ട് ഡോറ് അതിൻ്റെ ഒരു ബെല്ല് കേൾക്കുകയാണ്. ഫ്രണ്ട് ഡോർ ബെല്ല് കേൾക്കുന്നുണ്ട്. ആ സമയം സാദി ആ ഒരു ഡോറിൻ്റെ അടുത്ത് പോയി ആരടുത്തോ സംസാരിക്കുന്നതും കേൾക്കുന്നുണ്ട്. അവിടെ ആ ഒരു പ്രിൻസ് സ്കേർട്ടിൻ്റെ ആ ഒരു റെസ്ലിംഗ് സൗണ്ട് സ്റ്റേഴ്സിൻ്റെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അവിടെ പോയതും ആളടുത്ത് സംസാരിക്കുന്നതും അപ്പോൾ കേൾക്കുകയാണ്. അപ്പോൾ വന്ന ആൾ എന്തോ മർമർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാദി അതിന് ആൻസർ ചെയ്യാണ്, എനിക്കറിയില്ല, എനിക്കത് മിസ്സസ് ഷെറിഡൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് സാദി അയാളടുത്ത് ആൻസർ ചെയ്യുന്നത് നമ്മുടെ ലോറയ്ക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ലോറ ഹാളിലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് സാദി, അല്ലെങ്കിൽ ആരാണ് അവിടെ വന്നിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പം ലോറയുടെ അടുത്ത് സാദി പറയുകയാണ് അതൊരു ഫ്ലോറിസ്റ്റാണ്, എന്ന് വെച്ചാൽ പൂക്കളും മറ്റും കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹമാണ് വന്നിട്ടുള്ളത് ലോറ എന്ന് പറയാണ്. It was indeed, though just inside the door stood a white shallow tray full of pots of pink lilies. No other kind, nothing but lilies. Canna lilies, big pink flowers, wide open, radiant, almost frighteningly alive on bright crimson stems. അപ്പോൾ ഡോറിൻ്റെ അവിടെ വന്നിട്ടുള്ളത് ലില്ലീസുമായിട്ട്, എന്നുവെച്ചാൽ ഒരു ട്രേ മുഴുവൻ ഫുൾ ഓഫ് പോട്ട്സ് ഓഫ് പിങ്ക് ലില്ലീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ലില്ലീസ് മാത്രമേ ഉള്ളൂ, കാന ലില്ലീസ്, അതുപോലെ തന്നെ ബിഗ് പിങ്ക് ഫ്ലവേഴ്സ്, ഈ വളരെ ബിഗായിട്ടുള്ള പിങ്ക് ഫ്ലവേഴ്സാണ്, ലില്ലീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ടാണ് കാണുന്നത്. "Oh, Sadie," said Laura, and the sound was like a little moan. She crouched down as if to warm herself at that blaze of lilies. She felt they were in her fingers, on her lips, growing on her breast. "It's some mistake," she said faintly. "Nobody ever ordered so many, Sadie. Go and find Mother." But at that moment, Mrs. Sheridan joined them. "It's quite right," she said calmly. "Yes, I ordered them. Aren't they lovely?" She pressed Laura's arm. "I was passing the shop yesterday, and I saw them in the window, and I suddenly thought for once in my life I shall have enough canna lilies. The garden party will be a good excuse. But I thought you said you didn't mean to interfere," said Laura. Sadie had gone. The florist man was still outside at his van. She put her arm round her mother's neck and gently, very gently, she bit her mother's ear. അപ്പം ലോറ പറയാണ്, ഇവിടെ ഇത്രയും ലില്ലീസ് ഒന്നും ആരും ഓർഡർ ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാവും എന്ന് പറയുകയാണ് ലോറ. ആ സമയം എന്താണ്, ശരിക്കും മിസ്സിസ് ഷെറിഡൻ അവിടേക്ക് എൻട്രി ചെയ്യാണ്. എന്നിട്ട് മിസ്സിസ് ഷെറിഡൻ പറയുകയാണ്, ഞാനാണ് അത് ഓർഡർ ചെയ്തത്, അത് നല്ല ഭംഗിയില്ലേ എന്ന് ലോറയുടെ ആം പ്രസ് ചെയ്തുകൊണ്ട് അവർ ചോദിക്കുകയാണ്. ഞാൻ ഇവരുടെ ഷോപ്പ് യെസ്റ്റർഡേ പാസ് ചെയ്ത സമയത്ത് ഞാനവ കണ്ടു. അപ്പോൾ ഞാൻ കരുതി എനിക്ക് ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ഒരു കാന ലില്ലീസ് കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഈ ഒരു ഗാർഡൻ പാർട്ടി അതിനൊരു എക്സ്ക്യൂസായി, അല്ലെങ്കിൽ ഈ ഒരു ഗാർഡൻ പാർട്ടി തന്നെ അതിനൊരു കാരണമായി, അത് കൊണ്ടുവരാനുള്ളൊരു കാരണമായി എന്ന് പറയുകയാണ്. അപ്പോൾ നീ എന്താണ്, നിനക്കും ഇഷ്ടമായില്ലേ എന്നുള്ള രീതിയിൽ ലോറയുടെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ ലോറ ആ സമയത്ത് അങ്ങനെ ദ ഫ്ലോറിസ്റ്റ് മാൻ വാസ് സ്റ്റിൽ ഔട്ട് സൈഡ് അറ്റ് ഹിസ് വാൻ. ഫ്ലോറിസ്റ്റ് മാൻ അദ്ദേഹത്തിൻ്റെ വാനിൽ തന്നെ ഔട്ട് സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോറ അവരുടെ അമ്മയെ സ്നേഹത്തോടെ ബിറ്റ് ചെയ്യുന്നത്, ഇയറിൽ ബിറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റോറിയിൽ കാണാൻ കഴിയും. "My darling child, you wouldn't like a logical mother, would you? Don't do that. Here is the man." He carried more lilies still, another whole tray, banged them up just inside the door on both sides of the porch. "Please," said Mrs. Sheridan. "Don't you agree, Laura?" "Oh, I do, Mother." In the drawing room, Meg, Joe's and good little hands had at least succeeded in moving the piano. അപ്പം മകളെ അടുത്ത് അമ്മ പറയുകയാണ്, "യു വുഡിൻ ബി ലൈക്ക് എ ലോജിക്കൽ മദർ, നീ ഒരു ലോജിക്കൽ മദറിനെ പോലെ ആവരുത്." എന്നിട്ട് പറയാണ്, ആ മാൻ വന്നിട്ടുണ്ട്, വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് വേറൊരു ഹോൾ ട്രേ നിറയെ ലില്ലീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നമുക്ക് പോർച്ചിൻ്റെ രണ്ട് സൈഡ്സിലും നമുക്ക് പ്ലേസ് ചെയ്യാം എന്ന് പറയുകയാണ്. "നീ അത് സമ്മതിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് ലോറയുടെ അടുത്ത്. കാരണം ലോറക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാർട്ടിയുടെ മൊത്തം ഹാൻഡ്ലിങ് ലോറയുടെ കയ്യിലാണ്. അപ്പോൾ
അതാണ് അമ്മ അങ്ങനെ തന്നെയാണ് അത് പറഞ്ഞിരുന്നത് ആദ്യം. ലോറയാണ് ആർട്ടിസ്റ്റിക് വൺ എന്നൊക്കെ പറഞ്ഞിട്ട് ലോറയെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ ലോറ സമ്മതിക്കുകയാണ്, ഓ ഐ ഡു മദർ എന്ന് ലോറ സമ്മതിക്കുകയാണ്, അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ വെക്കാം എന്ന് പറയുകയാണ്. ഇൻ ദ ഡ്രോയിങ് റൂമിൽ ബെങ്കും ജോസും അതുപോലെ തന്നെ ഹാൻസും എന്താണ് ഒരു പിയാനോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Now if we put this Chesterfield against the wall and move everything out of the room except the chairs, don't you think quite? Hans, move these tables into the smoking room and bring a sweeper to take these marks off the carpet. And one moment, Hans, Joes loved giving orders to the servants and they loved obeying her. She always made them feel they were taking part in some drama. Tell mother and Miss Laura to come here at once. അപ്പോൾ അവരെല്ലാവരും തന്നെ ഗാർഡൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഓരോ തയ്യാറെടുപ്പിലാണ്, ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടാബിൾസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഹാൻസിൻ്റെ അടുത്ത് പറയുകയാണ് ടാബിൾസ് സ്മോക്കിംഗ് റൂമിലേക്ക് മൂവ് ചെയ്യൂ, അതുപോലെ തന്നെ ഒരു സ്വീപ്പറിനെ കൊണ്ടുവരൂ, അങ്ങനെ ഓരോ കാര്യങ്ങൾ സെർവൻസിന് ഓർഡറിങ് കൊടുക്കാനും ഒക്കെ എന്താണ് ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണ്. ജോസ് എന്ന് പറഞ്ഞ നമ്മുടെ ലോറയുടെ സിസ്റ്ററിന് എന്താണ് ഓർഡേഴ്സൊക്കെ കൊടുക്കാൻ ഇഷ്ടമാണ്, സെർവൻസിന് ഓർഡേഴ്സൊക്കെ കൊടുക്കാൻ ഇഷ്ടമാണ്. സെർവൻസിനാണെങ്കിലോ ജോസിന് ഒബേ ചെയ്യാനും ഇഷ്ടമാണ്. അവൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓർഡറിങ്ങും അവരത് ഒബേ ചെയ്യുന്നതൊക്കെ ഒരു ഡ്രാമ മാതിരി ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ ടെൽ മദർ ആൻഡ് മിസ് ലോറ ടു കം ഹിയർ അറ്റ് വൺസ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അമ്മയോടും മിസ് ലോറയോടും എന്താണ് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന്. അതിനിടയിൽ ജോസ് പറയാണ്, വെരി ഗുഡ് മിസ് ജോസ്. ഷീ ടേൺ ടു മാഗ്. I want to hear what the piano sounds like, just in case I am asked to sing this afternoon. Let's try over. This life is weary. അങ്ങനെ മെഗ് ആണെങ്കിലോ, മെഗ് എന്ന് പറഞ്ഞാൽ വേറൊരു സിസ്റ്ററാണ്. അവൾ പിയാനോ, അവളെ കൊണ്ട് ആരെങ്കിലും പാർട്ടിയിൽ പിയാനോ വായിച്ചാലോ എന്ന് കരുതിയിട്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ്, അല്ലെങ്കിൽ അത് പഠിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അവളിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ പ്ലാനിങ്സിലാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യാനും ഒക്കെ എന്താണ് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഓൾ.